ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് തരം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മളിവിടെ കസുകസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കസുകസ് എപ്പോഴും നമ്മൾ ഇതുപോലെ ഡ്രിങ്ക്സിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്, ശരീരത്തിന് തണുപ്പ് കിട്ടാനായിട്ട്. ഈ ചൂട് സമയത്തൊക്കെ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ പോലും ഈ കസുകസ് വെള്ളത്തിലിട്ടതിട്ടാൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതാണ് കസുകസ് കേട്ടോ. ഇത് 2 മണിക്കൂർ മുമ്പെങ്കിലും വെള്ളത്തിലിട്ട് വെക്കുക. നമുക്കിതുപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഒരു ചെറുനാരങ്ങ, ഇഞ്ചി, പപ്പായ, ക്യാരറ്റ് ഒരു തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് എടുത്ത ഒന്നാണ്. അത് വേവിച്ചെടുത്തേക്കണമല്ല, ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ടത്. അതിനുവേണ്ടി പാലിലാണ് നമ്മൾ ആ ജ്യൂസ് തയ്യാറാക്കുന്നത്. പിന്നെ കൂടാതെ വാട്ടർമെലൺ കൊണ്ടിട്ട് പുതിനയിലയും ചേർത്തൊരു ജ്യൂസാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ നല്ല പോർഷൻ, അതായത് വാട്ടർമെലൻ്റെ ആ ഒരു വെള്ള ഭാഗം വിട്ടിട്ടുള്ള അതിൻ്റെ മാംസളമായ ഭാഗം ചെത്തിയെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കേണ്ടതാണ്. ജ്യൂസാക്കി എടുക്കാം. കണ്ടോ, നല്ല പഴുത്ത നല്ല കളറുള്ള വാട്ടർമെലനാണെങ്കിൽ കുറച്ചുകൂടെ കാണാനും കൂടി നല്ല ഭംഗിയുണ്ടാകും. ഇതെല്ലാം നമ്മൾ പീസാക്കിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ആവശ്യത്തിന് ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വാട്ടർമെലൺ നല്ല മധുരമുള്ളതാണെങ്കിൽ കുറച്ച് പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു പിടി മിൻറ്റ് ലീഫ്, പുതിനയില എന്ന് പറയില്ലേ, അത് ഒരു പിടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ജ്യൂസാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. നമുക്ക് അധികം സമയമൊന്നും കൂടിപ്പോയാൽ ഒരു 4-5 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ നമുക്കിത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലപോലെ ജ്യൂസാക്കിയ ശേഷം ചെറുനാരങ്ങയും കൂടി ചേർത്ത് നമുക്കിത് അരിച്ചെടുക്കാം. നല്ല നീരുള്ളൊരു ചെറുനാരങ്ങ എടുക്കുക. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീര് മതി കേട്ടോ. ഒരു വലിയ കഷ്ണം വാട്ടർമെലനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുമ്മട്ടി എന്ന് പറയും ചിലയിടത്ത്. ഞങ്ങളുടെ എറണാകുളത്തൊക്കെ ഇതിനെ കുമ്മട്ടി എന്നാണ് പറയുക. അപ്പോൾ എല്ലാം കൂടി നമുക്ക് അരിച്ചെടുക്കാം. ചെറുനാരങ്ങ നീരിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ച ജ്യൂസ് നല്ലപോലെ അരിച്ചെടുക്കാം. അതിൻ്റെ പിശറൊക്കെ എടുത്ത് മാറ്റേണ്ടതുണ്ട്. കുടിക്കുമ്പോൾ ഒരു അതിൻ്റെ കുരുവൊക്കെ അരഞ്ഞിട്ട്, അധികം കുരുവില്ലാത്തതാണ് എങ്കിൽ കൂടിയും കുരുവൊക്കെ അരഞ്ഞിട്ടൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും. എല്ലാം കൂടി നല്ലപോലെ അരച്ചെടുത്ത ശേഷം നോക്കാം. നല്ലപോലെ ഒരു ഫ്രഷ്നെസ് തോന്നുന്ന, ദാഹത്തിന് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ് ഇത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ജ്യൂസ് അവിടെ മാറിയിരിക്കട്ടെ. അടുത്തത് നമുക്ക് പപ്പായയും ക്യാരറ്റും കൂടി ചേർത്തിട്ടുള്ള ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ക്യാരറ്റ് ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ കട്ട് ചെയ്തിട്ട് തിളച്ച വെള്ളത്തിൽ നല്ലപോലെ വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. പിന്നെ വേവിക്കരുത് കേട്ടോ. പിന്നെ പപ്പായ എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു കഷ്ണം, കുറച്ച് പഞ്ചസാര. നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് പാലിലാണ് കേട്ടോ. ലോ ഫാറ്റ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പപ്പായ എല്ലാം കട്ട് ചെയ്തെടുക്കാം, ചെറിയ കഷ്ണങ്ങളാക്കാം. ക്യാരറ്റ് ഓൾറെഡി നമ്മൾ കഷ്ണങ്ങളാക്കിയാണ് വെള്ളത്തിലിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ജ്യൂസ് ആക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കഷ്ണമാക്കി വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത പപ്പായ ആണെങ്കിൽ നല്ലപോലെ നന്നായി നമുക്ക് പൾപ്പായി കിട്ടും. അതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇട്ട് കൊടുക്കുക. നല്ല ഫ്രഷ് ക്യാരറ്റ് ആയിരിക്കണം. വാടിയ ക്യാരറ്റ് ആണെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും. പാകത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കേണ്ടാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് ജ്യൂസാക്കി എടുക്കാം. 1 ഗ്ലാസ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് 2-2.5 ഗ്ലാസ് ഇവിടെ ജ്യൂസ് കിട്ടും. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ജ്യൂസ് കിട്ടുക കേട്ടോ. കാരണം പപ്പായ എങ്ങനെയാണെങ്കിലും അത് മിക്സ് ചെയ്ത് ജ്യൂസായി വരുന്ന സമയത്ത് ഒരു തിക്നെസ് അതിനുണ്ടാകും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടെ നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല. 1 ഗ്ലാസ് പാല് ചേർത്തു. അത് മാത്രമാണ് നമ്മളിവിടെ ലിക്വിഡായിട്ട് ചേർത്തിരിക്കുന്നത്. നല്ല പോലെ അരച്ചെടുക്കണം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചും കൂടി എടുക്കാം.
സാധാരണ നല്ല പഴുത്ത പപ്പായ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നാരൊന്നും ഉണ്ടാവില്ല, നല്ല പോലെ തന്നെ നമുക്ക് കിട്ടും. എങ്കിൽ കൂടിയും ചിലർക്ക് കുട്ടികൾക്കൊക്കെ കുടിക്കാൻ കൊടുക്കുമ്പോൾ അവർക്കിതിങ്ങനെ നാര് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് കുടിക്കില്ല. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ മാത്രം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം നല്ല പോലെ പ്യൂറായ ഒരു പൾപ്പ് നമുക്കതിൽ കിട്ടും. കണ്ടോ? കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇതൊന്ന് ഒരു ലൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അതിനനുസരിച്ച് മധുരവും കൂടി ചേർത്ത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ അധികം ലൈറ്റ് ആക്കുന്നില്ല, ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ, ഷെയ്ക്കൊക്കെ കുടിക്കുന്ന പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന വാട്ടർമെലോൺ ജ്യൂസും നമ്മുടെ പപ്പായ ക്യാരറ്റ് ജ്യൂസും ഇവിടെ റെഡിയാണ്. നമുക്ക് കസുകസ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന കസുകസ് ഒന്ന് കഴുകി അരിച്ചെടുക്കണം കേട്ടോ. അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ്, അതായത് കുമ്മട്ടി ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൂടെ കസുകസ് ഇട്ട് കൊടുക്കുക. ഇത് നല്ലതാണ് കേട്ടോ, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ ഉപയോഗിച്ച് വെച്ചിട്ട് കുഴപ്പമില്ല. ഒരു മിന്റ് ലീഫ് കൂടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ക്യാരറ്റും പപ്പായയും കൂടി ചേർത്ത് ജ്യൂസാക്കി വെച്ചിരിക്കുന്ന പൾപ്പും നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ലൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർക്കാം കേട്ടോ. ജ്യൂസ് കുടിക്കുന്ന ഒരു പാകത്തിൻ്റെ അളവിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ പാല് ചേർക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഒരു മിന്റ് ലീഫൊക്കെ വെച്ച് അലങ്കരിച്ചു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ വാട്ടർമെലൺ ജ്യൂസിൽ നമ്മൾ കസകസ് ഇട്ട് കൊടുത്തെങ്കിൽ നമ്മൾ ഈ പപ്പായ ജ്യൂസിൽ കസകസ് അല്ല ഇട്ട് കൊടുക്കുന്നത്. എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 കാഷ്യൂ നട്ട്സ് എടുത്ത് പൊടിച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തു. ബദാമും അതുപോലെ ഒന്ന് പൊടിച്ച് സ്ലൈസ് ആക്കിയിട്ട് അതും ഒരു 2-3 ബദാം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഏതൊക്കെയാണോ നമുക്ക് വേണ്ട, കിസ്മിസ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാനാണ് ആഗ്രഹമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 ജ്യൂസാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.